ഗൾഫ് മേഖലയിൽ സർഗാത്മക പ്രതിഭകളുടെ ഒത്തുചേരലിന് വേദിയൊരുക്കി ദുബായ് ഓർമ്മയുടെ സാഹിത്യോത്സവത്തിന് തുടക്കം. ദുബായ് ഫോക്ലോർ തിയേറ്ററിൽ ആരംഭിച്ച സാഹിത്യോത്സവം നാളെ വൈകിട്ട് വരെ നീണ്ടുനിൽക്കും. 10ലേറെ സെഷനുകളിലായി നടക്കുന്ന പരിപാടിയിൽ നാട്ടിൽ നിന്നുള്ള നിരവധി പ്രമുഖരും സംബന്ധിക്കുന്നുണ്ട്. പ്രമുഖ സാഹിത്യകാരൻ NS മാധവൻ സാഹിത്യോത്സവം ഉദ്ഘാടനം ചെയ്തു. അധികാരം അതിന്റെ ഏറ്റവും ക്രൂരഭാവങ്ങൾ പുറത്തെടുക്കുന്ന വർത്തമാനകാലത്ത് ഭാവനയുടെ പ്രതിരോധം ഏറെ പ്രസക്തമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സർഗാത്മക ലോകത്ത് പ്രവാസലോകം പുലർത്തുന്ന താൽപര്യം അതിലേറെ ശ്രദ്ധേയമാണെന്നും NS മാധവൻ പറഞ്ഞു. ഇത് ഒരു സ്വാഭാവികമായിട്ടുള്ള പ്രതിഭാസമായിട്ട് തോന്നുന്നു. കാരണം അത്രയധികം ഭാഷയോട് സ്നേഹമുണ്ടായിരുന്നു, എഴുത്തിനെ കാത്തു സൂക്ഷിച്ചിരുന്നുമായ ഒരു സ്ഥലമായിരുന്നു ഈ ഗൾഫ് ഏരിയ മൊത്തത്തിൽ. ഇപ്പോൾ ഈ നിരന്തരമായിട്ടുള്ള സാഹിത്യ പ്രവർത്തനത്തിൻ്റെയും സാഹിത്യ കൗതുകവും അതിൻ്റെ ഫലം നമ്മളിപ്പോൾ കാണുമാറായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സമകാലിക ആഗോള സ്പന്ദനങ്ങൾ സമഗ്രമായി അടയാളപ്പെടുത്തുന്ന തരത്തിലാണ് സാഹിത്യോത്സവം സംവിധാനിച്ചിരിക്കുന്നത്. എഴുത്തിന്റെ എല്ലാ തലങ്ങളുമായി ബന്ധപ്പെട്ട സുപ്രധാന ചർച്ചകളും സാഹിത്യോത്സവത്തിന്റെ ഭാഗമാണ്. കവിയരങ്ങിൽ ഗൾഫിലെ നിരവധി പ്രതിഭകൾ അണിനിരന്നു. മുരുകൻ കാട്ടാക്കട, ബിന്ദു ടീച്ചർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കവിയരങ്ങ്. ഐലൻ കുർദിയുടെ അനിയൻ കൊല്ലപ്പെട്ടു, ഗാലിബ് കുർദി. കവിത ഉണ്ടായില്ല. പിന്നീടുണ്ടായ കവിത റൗൾ സൂരിറ്റയുടേതാണ്. അതാണ് ബിനാലയിൽ അവതരിപ്പിക്കപ്പെട്ടത്. ഉള്ളിലൊരു വേനൽ വിതുമ്പിക്കരഞ്ഞു, കണ്ണിലൊരു കാലം കറുപ്പിൽ നിറഞ്ഞു. MA ബേബി, KJ ജേക്കബ്, ചിന്ത ജെറോം എന്നിവരും വിവിധ സെഷനുകളിലായി പങ്കെടുക്കുന്നുണ്ട്. സാഹിത്യോത്സവ നഗരിയും മികച്ച രീതിയിലാണ് അണിയിച്ചൊരുക്കിയത്. ഓർമ്മ സാഹിത്യോത്സവം നാളെ വൈകിട്ടാണ് സമാപിക്കുക. മീഡിയ 1 ദുബായ്. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.